ഹായ് മക്കളെ, ഓർഗാനിക് കെമിസ്ട്രിയുടെ സീരീസിന്റെ 16ാമത്തെ പാർട്ടാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് എഫക്റ്റുകളെ കുറിച്ചാണ് സംസാരിച്ചത്. അപ്പൊ 4 ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് എഫക്റ്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളതെന്നും അതിലെ ആദ്യത്തെ 2 ഇൻഡക്റ്റീവ് എഫക്റ്റും മീസോമറിക് എഫക്റ്റും വളരെ ഡീറ്റെയിൽ ആയിട്ടും പാർട്ട് 15 നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. അപ്പൊ ഇന്നത്തെ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബാക്കിയുള്ള 2 ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് എഫക്റ്റുകളാണ്. അതിലൊന്നാണ് ഹൈപ്പർ കോൺജുഗേഷൻ, മറ്റൊന്നാണ് ഇലക്ട്രോമെറിക് എഫക്റ്റ്. ഹൈപ്പർ കോൺജുഗേഷൻ ചെറുതാണ്, പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്യാനുണ്ട്. ഇലക്ട്രോമെറിക് എഫക്റ്റ് വളരെ ചെറുതാണ്, ഉള്ളതെല്ലാം പ്രധാനമാണ്. അപ്പൊ നമുക്ക് ഹൈപ്പർ കോൺജുഗേഷനിലേക്ക് കിടക്കാം. ആദ്യം ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിന്റുകൾ, ഹൈപ്പർ കോൺജുഗേഷനെ വിശേഷിപ്പിക്കുന്ന മറ്റു ചില പേരുകളുണ്ട്. ഒന്നാണ് സിഗ്മ പൈ കോൺജുഗേഷൻ. എന്താടാ സിഗ്മ പൈ കോൺജുഗേഷൻ? അതായത് ഒരു സിഗ്മ ബോണ്ടും ഒരു പൈ ബോണ്ടിനും ഇടയിലുള്ള കോൺജുഗേഷൻ ആണ് ഹൈപ്പർ കോൺജുഗേഷൻ. അതുപോലെ തന്നെ നോ ബോണ്ട് റെസൊണൻസ് എന്നും ഇതിന് പേര് വിളിക്കും. അതുപോലെ ബേക്കർ-നെഥാൻ എഫക്റ്റ് എന്നും ഇതിനെ പേര് വിളിക്കാറുണ്ട്, ബേക്കർ-നെഥാൻ എഫക്റ്റ്. അപ്പൊ ഹൈപ്പർ കോൺജുഗേഷൻ റിലേറ്റഡ് ആയിട്ട് പബ്ലിക് എക്സാമിന് ചിത്രം വരയ്ക്കാനൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ടെങ്കിലും ആ ചിത്രം വരയ്ക്കാൻ അറിയുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും എൻട്രൻസിൽ ഇല്ല. ആ കോൺസെപ്റ്റ് വളരെ ബേസിക് ആയിട്ട് മനസ്സിൽ ആഴത്തിൽ പതിയാൻ ആ ചിത്രമൊക്കെ വരയ്ക്കാൻ അറിയുന്നത് നന്നായിരിക്കും എന്നതിനപ്പുറത്തേക്ക് എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ, ഒരു കോമ്പറ്റേറ്റീവ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് എന്തെങ്കിലും ഒരു ആൻസർ കാണാനുള്ള ഒരു ത്രെഡ് ആ ചിത്രം വരയ്ക്കാൻ ഉള്ളതിലുണ്ടെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എൻട്രൻസിന് ആവശ്യമുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ശരിക്കും ശ്രദ്ധിച്ചോ. ഒന്ന്, കണ്ടീഷൻ ഫോർ ഹൈപ്പർ കോൺജുഗേഷൻ. ഹൈപ്പർ കോൺജുഗേഷൻ കാണിക്കാൻ ഉള്ള കണ്ടീഷൻസ് ഏതൊക്കെയാണ്? പ്രസൻസ് ഓഫ് ആൽഫ ഹൈഡ്രജൻ വേണം. ആൽഫ ഹൈഡ്രജൻ ഉണ്ടായിരിക്കണം, മസ്റ്റ് ആണ്, നിർബന്ധമായിട്ട് നോട്ട് ചെയ്തോളനെ. ഹൈപ്പർ കോൺജുഗേഷനെ വിളിക്കുന്ന മറ്റു പേരുകൾ ഞാൻ പറഞ്ഞു, അതിന്റെ കണ്ടീഷൻ പറഞ്ഞു, പ്രസൻസ് ഓഫ് ആൽഫ ഹൈഡ്രജൻ. അതെന്താണെന്നും വളരെ ഡീറ്റെയിൽ ആയിട്ടും ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ചിലത് സംസാരിക്കാനുണ്ട്. അപ്പൊ ഇത് ആദ്യം ഒന്ന് നോട്ട് ചെയ്ത് വെറുതെ വിട്ടേക്കുക. ആൽഫ ഹൈഡ്രജൻ ഉണ്ടായിരിക്കണം. അടുത്തത്, ഹൈപ്പർ കോൺജുഗേഷൻ ഒരു പെർമനന്റ് എഫക്റ്റ് ആണ്. അപ്പൊ ഇൻഡക്റ്റീവ് എഫക്റ്റ് പെർമനന്റ് ആണ്, റെസൊണൻസ് എഫക്റ്റ് പെർമനന്റ് ആണ്. ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന ഹൈപ്പർ കോൺജുഗേഷനും പെർമനന്റ് ആണ്. അടുത്തത് എനിക്ക് സംസാരിക്കാനുള്ളത് ഈ സ്ലൈഡിൽ ഇല്ല, അടുത്തത് ഈ സ്ലൈഡിലാണ്. ഇത് നോട്ട് ചെയ്തിട്ട് നമ്മൾ പഴയ സ്ലൈഡിലേക്ക് തിരിച്ചു പോകും. അപ്പൊ ഇപ്പൊ ഈ സാധനം ഒന്ന് എല്ലാവരും എഴുതി വെച്ചോ. ഹൈപ്പർ കോൺജുഗേഷൻ കാണിക്കാൻ പറ്റുന്ന ആളുകൾ ആരൊക്കെയാണ്? ഹൈപ്പർ കോൺജുഗേഷൻ ഇസ് ഷോൺ ബൈ 3 പേരാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് കാർബോ കാറ്റയോണുകൾ, മറ്റൊന്ന് ആൽക്കീൻ ഡബിൾ ബോണ്ടുള്ള കോമ്പൗണ്ടുകൾ, മറ്റൊന്ന് ആൽക്കൈൽ ബെൻസീൻ, ബെൻസീൻ റിങ്ങിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്ന കോമ്പൗണ്ടുകളാണ് ആൽക്കൈൽ ബെൻസീൻ. ഈ പറയുന്ന കോമ്പൗണ്ടുകളിലാണ് ഹൈപ്പർ കോൺജുഗേഷൻ ഒബ്സർവബിൾ ആയിട്ടുള്ളത്. അപ്പൊ ഹൈപ്പർ കോൺജുഗേഷൻ ഇൻ ആൽക്കീൻ ആണ് നമ്മൾ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യുന്നത്. കാരണം കാർബോ കാറ്റയോൺ ആരാണെന്ന് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. കാർബൺ ഇന്റർമീഡിയറ്റുകളെ കുറിച്ച് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പൊ അവിടെ കാർബോ കാറ്റയോണിന്റെ സ്റ്റെബിലിറ്റിയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനുള്ളിടത്ത് ഈ ഹൈപ്പർ കോൺജുഗേഷൻ വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വരും. അപ്പൊ നമ്മൾ ഇവിടെ ഒരുപാട് അതിന് സമയം ചെലവാക്കുന്നില്ല. ആൽക്കീനിന്റെ സ്റ്റെബിലിറ്റി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ആൽക്കൈൽ ബെൻസീനുകൾക്ക് ഹൈപ്പർ കോൺജുഗേഷൻ കാണിക്കാൻ പറ്റും എന്നൊന്ന് ഓർത്തു വെച്ചാൽ മതി. ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ ചർച്ചയിലേക്ക് കടക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്കൊന്ന് ചെയ്തു നോക്കാം മോനെ. ഹൈപ്പർ കോൺജുഗേഷനിൽ കണ്ടീഷൻ ഒന്നുകൂടെ ഞാൻ വായിക്കുകയാണ്. പ്രസൻസ് ഓഫ് ആൽഫ ഹൈഡ്രജൻ. നേരത്തെ ഞാൻ പറഞ്ഞു ഹൈപ്പർ കോൺജുഗേഷൻ കാണിക്കാൻ പറ്റുന്ന 3 പേരെ നോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ 2 മിനിറ്റ് പുറകിലോട്ട് പോയിട്ട് ആ സ്ലൈഡിലുള്ളത് എഴുതിയിട്ട് വേണം തിരിച്ചു വരാൻ. ആൽഫ ഹൈഡ്രജൻ ഉണ്ടായിരിക്കണം. അപ്പൊ ബോർഡിൽ ഞാനിപ്പോ ഒരു 5 ആൽക്കീനുകൾ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം 1, 2, 3, 4, 5 ആൽക്കീനുകൾ ഉണ്ട്. ഈ ആൽക്കീനുകൾക്ക് കാണിക്കാൻ പറ്റുന്ന ഹൈപ്പർ കോൺജുഗേഷനുകളുടെ എണ്ണമാണ് ഞാൻ ഇനി കാണാൻ പോകുന്നത്. സിമ്പിൾ ആണ്. നമ്പർ ഓഫ് ഹൈപ്പർ കോൺജുഗേഷനെ ഞാൻ HCR എന്നാണ് പേര് വിളിക്കുക. ഹൈപ്പർ കോൺജുഗേറ്റീവ് റെസൊണൻസ് ഫോം എന്നാണ് അതിന്റെ ഫുൾ നെയിം. അപ്പൊ HCRന്റെ എണ്ണം കാണാൻ ഭയങ്കര എളുപ്പമാണ്. നമ്പർ ഓഫ് ആൽഫ ഹൈഡ്രജൻ എത്ര എന്ന് എണ്ണിയാൽ മതി. ആൽഫ ഹൈഡ്രജൻ എത്രയുണ്ട് എന്ന് എണ്ണിയാൽ മതി. അപ്പൊ ആരാണടാ ആൽഫ കാർബൺ? ആൽഫ കാർബണിലുള്ള ഹൈഡ്രജന്റെ എണ്ണമാണ് ആൽഫ ഹൈഡ്രജൻ. ആൽഫ കാർബൺ ഉണ്ടെങ്കിലല്ലേ ആൽഫ ഹൈഡ്രജൻ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഇവിടെ ഞാൻ തന്നിരിക്കുന്ന 2ാമത്തെ കോമ്പൗണ്ടിലേക്ക് നോക്കുക. ഇവനാണല്ലോ 2ാമത്തെ കോമ്പൗണ്ട്. അതിലുള്ള ആൽഫ കാർബൺ നോക്കിക്കേ. എടാ ഡബിൾ ബോണ്ടഡ് കാർബൺ അല്ല ആൽഫ കാർബൺ. ഡബിൾ ബോണ്ടഡ് കാർബൺ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിന്റെ പേരാണ് ആൽഫ. അപ്പൊ ഇവൻ ആൽഫയാണ്. കാരണം നെക്സ്റ്റ് പൊസിഷനിൽ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്. ഡബിൾ ബോണ്ടഡ് കാർബണിനെ വിളിക്കുന്ന പേരല്ല കേട്ടോ ആൽഫ കാർബൺ. നെക്സ്റ്റ് പൊസിഷനിലുള്ള കാർബൺ ആണ് ആൽഫ കാർബൺ. അപ്പൊ ഇവിടെ ഈ ആൽഫ കാർബൺ എത്ര ഉണ്ട്? 1 ഉള്ളൂ. അതിൽ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3 ഉണ്ട്.
അതുകൊണ്ട് ഇവിടുത്തെ HCR ഹൈപ്പർ കോൺജുഗേറ്റീവ് റെസൊണൻസ് ഫോംസ് 3 എണ്ണമാണ്. പഠിച്ചല്ലോ. മൂന്നാമത്തെ കോമ്പൗണ്ട് ഒന്ന് നോക്കിയേ, ഇയാൾ ആൽഫയാണ്, ഇയാൾ ആൽഫയാണ്. അവിടെയുള്ള ഹൈപ്പർ കോൺജുഗേറ്റീവ് റെസൊണൻസ് ഫോംസ് 6 എണ്ണമാണ്. അപ്പൊ നിങ്ങൾ ഒന്നാമത്തെ കോമ്പൗണ്ട് നോക്കിയേ, അവിടെ ആൽഫ കാർബണേ ഇല്ല. കാരണം അവിടെ ഡബിൾ ബോണ്ടഡ് കാർബണുകൾ മാത്രമേ ഉള്ളൂ, നെക്സ്റ്റ് പൊസിഷനിൽ കാർബൺ ഇല്ല. അപ്പൊ ഡബിൾ ബോണ്ടഡ് കാർബണുകൾ അല്ലല്ലോ ആൽഫ കാർബൺ. അവിടെ HCRന്റെ എണ്ണം 0 ആണ്, ഹൈപ്പർ കോൺജുഗേഷൻ ഇല്ല. പഠിച്ചല്ലോ. അപ്പൊ താഴെ പറയുന്നതിൽ ആർക്കാണ് ഹൈപ്പർ കോൺജുഗേഷൻ കാണിക്കാൻ പറ്റാത്തത് എന്നും ചോദിച്ച് ഈ 5 ഓപ്ഷൻ തന്നാൽ ഓപ്ഷൻ 1 ഈസ് കറക്റ്റ് ആൻസർ, ബിക്കോസ് ദർ ഇസ് നോ ആൽഫ ഹൈഡ്രജൻ. ഓപ്ഷൻ 4 ഒന്ന് ശ്രദ്ധിച്ചോ, ഇവൻ ആൽഫയാണ്, ഇവൻ ആൽഫയാണ്, ഇവൻ ആൽഫയാണ്. 3 ആൽഫ കാർബൺ ഉണ്ട്. ആ 3 ആൽഫ കാർബണുകളിലായി ടോട്ടൽ ഇവിടെ 9 ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. therefore HCR is equal to 9. 9 ഹൈപ്പർ കോൺജുഗേഷൻ കാണിക്കാൻ പറ്റും. അഞ്ചാമത്തതിൽ ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. HCR is equal to 12 എന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. കാര്യം അവിടെ 4 ആൽഫ കാർബൺ ഉണ്ട്, 4ലും 3 വീതം ഹൈഡ്രജനും ഉണ്ട്. ടോട്ടൽ 12 ആൽഫ ഹൈഡ്രജനുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് റിസൾട്ട് ആണ്, സ്റ്റെബിലിറ്റി ഓഫ് ആൽക്കീൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് HCR. എത്രമാത്രം ഹൈപ്പർ കോൺജുഗേറ്റീവ് റെസൊണൻസ് ഫോംസ് കാണിക്കാൻ പറ്റുന്നോ അത്രമാത്രം ആൽക്കീനുകൾ സ്റ്റേബിൾ ആയിക്കൊണ്ടേയിരിക്കും. അപ്പൊ തൊട്ടു മുമ്പത്തെ സ്ലൈഡിൽ നമുക്കറിയാം, ഞാൻ നിങ്ങൾക്ക് തന്ന 5 കോമ്പൗണ്ടിൽ 5ാമനാണ് ഏറ്റവും കൂടുതൽ ഹൈപ്പർ കോൺജുഗേഷൻ കാണിക്കാൻ പറ്റുന്നത്. അപ്പൊ അവനാണ് ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ. അപ്പോ സ്റ്റെബിലിറ്റിയുടെ ഓർഡറിൽ ഈ 5 പേരെ ഞാൻ അറേഞ്ച് ചെയ്താൽ 5 ഗ്രേറ്റർ ദാൻ 4, ഗ്രേറ്റർ ദാൻ 3, ഗ്രേറ്റർ ദാൻ 2, ഗ്രേറ്റർ ദാൻ 1 എന്ന് ആൻസർ വരും. ശരിയല്ലേ? 5 ഏറ്റവും കൂടുതൽ, പിന്നെ 4, പിന്നെ 3, പിന്നെ 2, പിന്നെ 1 നിങ്ങൾ എഴുതിയിട്ടുണ്ടാകും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും ഹൈപ്പർ കോൺജുഗേഷന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് സ്റ്റെബിലിറ്റി കൂടുന്നുണ്ട്. ഇവിടെ ഹൈപ്പർ കോൺജുഗേഷന്റെ എണ്ണം കുറയുന്ന ഓർഡറിൽ നമുക്ക് സ്റ്റെബിലിറ്റിയുടെ ഓർഡറും എഴുതാൻ പറ്റും. ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ ആരാ? ഏറ്റവും കൂടുതൽ ഹൈപ്പർ കോൺജുഗേഷൻ കാണിക്കാൻ പറ്റുന്നതാണ്. ഏറ്റവും കൂടുതൽ ഹൈപ്പർ കോൺജുഗേഷൻ കാണിക്കാൻ പറ്റുന്നതാരാ? ഏറ്റവും കൂടുതൽ ആൽഫ കാർബണുകൾ ഉള്ളവനാ. കളി മനസ്സിലായല്ലോ. എന്നാൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട മറ്റൊരു റിസൾട്ടാണ് നിങ്ങൾ ഇപ്പൊ സ്ക്രീനിൽ കാണുന്നത്. നിന്നോട് പരീക്ഷയ്ക്ക് ചോദിച്ചത് ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി ആണെങ്കിൽ 5 ഗ്രേറ്റർ ദാൻ 4 ഗ്രേറ്റർ ദാൻ 3 ഗ്രേറ്റർ ദാൻ 2 ഗ്രേറ്റർ ദാൻ 1 എന്നാണല്ലോ ആൻസർ. പക്ഷെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഓർഡർ ഓഫ് ഹീറ്റ് ഓഫ് ഹൈഡ്രോജിനേഷൻ ആണെങ്കിൽ, ഹലോ, ഓർഡർ ഓഫ് ഹീറ്റ് ഓഫ് ഹൈഡ്രോജിനേഷൻ. ഹീറ്റ് ഓഫ് ഹൈഡ്രോജിനേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഹൈഡ്രജൻ ആഡ് ചെയ്യുന്ന സമയത്ത് അവിടെ റിലീസ് ചെയ്യപ്പെടുന്ന എനർജിയെ വിളിക്കുന്ന പേരാണ് ഹീറ്റ് ഓഫ് ഹൈഡ്രോജിനേഷൻ. ഹീറ്റ് ഓഫ് ഹൈഡ്രോജിനേഷൻ എന്താണെന്നതിന്റെ ബേസിക് നോളജിലേക്കൊന്നും കിടക്കുക എന്നതല്ല എന്റെ ഇപ്പോഴത്തെ ആവശ്യം. എന്റെ ഉദ്ദേശം അതല്ല. എന്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. ഹീറ്റ് ഓഫ് ഹൈഡ്രോജിനേഷന്റെ ഓർഡറിൽ എഴുതാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റെബിലിറ്റിയുടെ നേരെ ഓപ്പോസിറ്റ് എഴുതണം. അതാണ് ഞാനിപ്പോ ഇവിടെ ബോക്സിലാക്കി വെച്ചിട്ടുള്ളത്. ഹീറ്റ് ഓഫ് ഹൈഡ്രോജിനേഷൻ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്റ്റെബിലിറ്റി. സ്റ്റെബിലിറ്റിക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ സ്റ്റെബിലിറ്റി കൂടുതലാണെങ്കിൽ ഹീറ്റ് ഓഫ് ഹൈഡ്രോജിനേഷൻ കുറവാണെന്നും, സ്റ്റെബിലിറ്റി കുറവാണെങ്കിൽ ഹീറ്റ് ഓഫ് ഹൈഡ്രോജിനേഷൻ കൂടുതലാണെന്നും നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഹീറ്റ് ഓഫ് ഹൈഡ്രോജിനേഷന്റെ ഓർഡറിൽ ഇവിടെ എഴുതാൻ പറഞ്ഞാൽ 1 ഗ്രേറ്റർ ദാൻ 2, ഗ്രേറ്റർ ദാൻ 3, ഗ്രേറ്റർ ദാൻ 4, ഗ്രേറ്റർ ദാൻ 5 എന്നാണ് ഇവിടെ ആൻസർ വരിക. അപ്പൊ നിങ്ങളിത് ഒരുപാട് കൺഫ്യൂസ്ഡ് ആവരുത്, ഒരുപാട് അങ്ങോട്ട് കണക്ട് ചെയ്യരുത്. നിങ്ങൾ ഇത്രമാത്രം പഠിച്ചങ്ങനെ പോയാൽ മതി. ഒറ്റയടിക്ക് കണക്ഷൻ കൊടുക്കരുത്. ആ ബേസിക് ആയിട്ടുള്ള റൂളുകളിലേടെ ചിന്തിക്കുക. ഇപ്പൊ ചിലർ ഇങ്ങനെ വിചാരിക്കും, ഹീറ്റ് ഓഫ് ഹൈഡ്രോജിനേഷൻ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് ആൽഫ ഹൈഡ്രജൻ ഒറ്റയടിക്ക് പഠിച്ചു വെച്ചാൽ പോരെ, മതി. പക്ഷെ അതൊക്കെ കൺഫ്യൂഷൻ പിന്നീട് ഉണ്ടാകും. നിങ്ങൾ അതിന്റെ ആസ് സച്ച് അതിന്റെ ഒറിജിനൽ തറവാട് എങ്ങനെ കിടക്കുന്നു എന്നുള്ള അറിവിലേക്ക് ഇറങ്ങി ചിന്തിക്കും. തറവാട് ഇങ്ങനെയാണ്, അതിന്റെ അടിസ്ഥാനം ഇങ്ങനെയാണ്. ആൽഫ ഹൈഡ്രജന്റെ എണ്ണം കൂടിയാൽ സ്റ്റെബിലിറ്റി കൂടും, സ്റ്റെബിലിറ്റി കൂടിയാൽ ഹീറ്റ് ഓഫ് ഹൈഡ്രോജനേഷൻ കുറയും. അപ്പൊ പുറകിലോട്ട് ചിന്തിച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസർ കാണാൻ പറ്റും. നേരത്തെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ് ഹൈപ്പർ കോൺജുഗേഷൻ കാണിക്കാൻ പറ്റിയ 3 പേര്: കാർബോകാറ്റയോൺ, ആൽക്കീൻ, ആൽക്കൈൽ ബെൻസീൻ. ഒരു സ്റ്റേറ്റ്മെന്റ് നീറ്റിന് 2021 എന്നാണ് ഓർക്കുന്നത്, തന്ന ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ അല്ല, ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റെബിലിറ്റി ഓഫ് കാർബോകാറ്റയോൺ ഈസ് ഡിറ്റർമിൻഡ് ബൈ ഇൻഡക്റ്റീവ് എഫക്റ്റ് ആൻഡ് ഹൈപ്പർ കോൺജുഗേറ്റീവ് എഫക്റ്റ്. ഇൻഡക്റ്റീവ് എഫക്റ്റ് പ്രകാരം കാർബോകാറ്റയോണിന്റെ സ്റ്റെബിലിറ്റി ഡിറ്റർമിൻ ചെയ്യപ്പെടുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അത് നമ്മൾ കാർബോകാറ്റയോണിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യുന്ന സമയത്ത് വീണ്ടും സംസാരിക്കും. ഹൈപ്പർ കോൺജുഗേഷനും ഒരു കാർബോകാറ്റയോണിന്റെ സ്റ്റെബിലിറ്റി ഡിറ്റർമിൻ ചെയ്യുന്നുണ്ടെന്ന സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ ഫോൾസ് ആണോ? ഇറ്റ് ഈസ് എ ട്രൂ സ്റ്റേറ്റ്മെന്റ്. അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്. കാർബോകാറ്റയോണുകൾക്ക് എന്ത് കാണിക്കാൻ പറ്റും? പറ. ഹൈപ്പർ കോൺജുഗേഷൻ കാണിക്കാൻ പറ്റും. അപ്പം കൂടുതൽ ഹൈപ്പർ കോൺജുഗേഷൻ കാണിക്കാൻ പറ്റുന്ന കാർബോകാറ്റയോണുകൾ കൂടുതൽ സ്റ്റേബിൾ ആയിരിക്കും.
ആൽക്കീനിന്റെ കേസിൽ പറഞ്ഞതുപോലെ തന്നെ. എടാ, ആൽക്കീനിന്റെ കേസിൽ ഞാനൊരു സ്റ്റേറ്റ്മെന്റ് പറയാൻ പറഞ്ഞു. നിങ്ങൾ നോക്കിയേ, ഈ ആൽക്കീനുകൾ നോക്കിയേ, ഞാൻ ഈ വട്ടത്തിനകത്താക്കി വെക്കുന്ന ആൾക്കാരെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളണേ. ഞാനിവിടെ ഹൈലൈറ്റർ ചെയ്തുകൊണ്ട് വട്ടത്തിനകത്താക്കി വെക്കുന്ന ഇവനാണല്ലോ ഡബിൾ ബോണ്ടഡ് കാർബൺ, ശരിയല്ലടാ? ഇവനാണല്ലോ ഈ കോമ്പൗണ്ടിലെ ഡബിൾ ബോണ്ടഡ് കാർബൺ. ഇവിടെ ഡബിൾ ബോണ്ടഡ് കാർബൺ ഞാൻ മഞ്ഞ കളറിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഇവിടെ ഡബിൾ ബോണ്ടഡ് കാർബൺ, ഇവിടെ ഡബിൾ ബോണ്ടഡ് ഒക്കെ ഞാൻ മഞ്ഞ കളറിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതല്ലാത്തതെല്ലാം എന്റെ ഹൈലൈറ്റ് ചെയ്തതിൽ വരാത്തതെല്ലാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് എന്നാണ് പറയുക. അപ്പൊ ഞാൻ ഇവിടുത്തെ സബ്സ്റ്റിറ്റ്യൂട്ടുകളെ വട്ടത്തിന് ഇങ്ങനെ കാണിച്ചു തരാം. രണ്ടാമത്തെ കോമ്പൗണ്ടിൽ ഇവൻ സബ്സ്റ്റിറ്റ്യൂട്ടാണ്, രണ്ടാമത്തെ കോമ്പൗണ്ടിൽ ഇവൻ സബ്സ്റ്റിറ്റ്യൂട്ടാണ്, മൂന്നാമത്തെ കോമ്പൗണ്ടിൽ ഇവനും സബ്സ്റ്റിറ്റ്യൂട്ടാണ്. പഠിച്ചില്ലേ? നാലാമത്തതിൽ എത്ര സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ട്? 3 സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അഞ്ചാമത്തെ ആയപ്പോഴേക്കും 4 സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഒന്നാമത്തതിൽ നോ സബ്സ്റ്റിറ്റ്യൂഷൻ, ഡബിൾ ബോണ്ടഡ് കാർബണുകൾ മാത്രമേ ഉള്ളൂ, വേറെ കാർബൺ ഒന്നുമില്ല. ഹൈഡ്രജൻ ഉണ്ട്, ഹൈഡ്രജൻ സ്വാഭാവികമായിട്ടും അതിന്റെ വാലൻസി ആണല്ലോ. അപ്പൊ ഇവിടെ എന്റെ ചോദ്യം ഇതാണ്, കൂടുതൽ സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നതായിരിക്കുക 5-ലല്ലേ? അപ്പൊ കൂടുതൽ സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നതിനനുസരിച്ച് കൂടുതൽ ആൽഫ കാർബണുകൾ ഉണ്ടാവില്ലേ? ചിന്തിക്ക്. ഏറ്റവും കൂടുതൽ ആൽഫ കാർബൺ ഉള്ളത് 5-ലാണ്, ഏറ്റവും കൂടുതൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഉള്ളതും 5-ലാണ്. അപ്പൊ ഒരു ഡയലോഗ് പറയുകയാണ്, മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻസ് ആർ മോസ്റ്റ് സ്റ്റേബിൾ. ഈ ഡയലോഗ് ട്രൂ ആണോ ഫോൾസ് ആണോ എന്നാണ് എന്റെ ചോദ്യം. എന്താ? മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻസ്, കൂടുതൽ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഉള്ള ആൽക്കീനുകൾ മോർ സ്റ്റേബിൾ ആണ് എന്ന സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. നമുക്ക് കണ്ടാൽ മനസ്സിലാക്കും. ഇവിടെ 5ാമത്തെ ആളാണ് ഏറ്റവും കൂടുതൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഉള്ളത്. സ്വാഭാവികമായിട്ടും അവിടെ ആൽഫ ഹൈഡ്രജന്റെ എണ്ണം കൂടുന്നുണ്ട്, അയാൾ ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ ആണ്. അപ്പൊ പരീക്ഷയ്ക്ക് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നാൽ അതിനെ തള്ളിക്കളയരുത്, എഴുതി വെച്ചോളണം. ആ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്ന് എഴുതി വെച്ചോളണം. മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻസ്, മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻസ് ആർ മോർ സ്റ്റേബിൾ. പഠിച്ചില്ലേ? മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻസ് ആർ മോർ സ്റ്റേബിൾ. ഒന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി നേരത്തെ പറഞ്ഞ നീറ്റിന്റെ പ്രീവിയസ് ഇയറിൽ ചോദിച്ച ഒരു സ്റ്റേറ്റ്മെന്റിന്റെ കൂടെ ചേർത്ത് വായിക്കാൻ ഞാൻ ആവശ്യപ്പെടുകയാണ്. അടുത്തതായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു ഫങ്ഷണൽ ഗ്രൂപ്പാണ് CH3. അപ്പൊ CH3 എന്നതിനെ നാളെ നീ കാണാൻ പോകുന്നത് ചിലപ്പോൾ CCl3 എന്നോ CF3 എന്നോ അല്ലെങ്കിൽ CI3 എന്നോ അല്ലെങ്കിൽ CBr3 എന്നോ അങ്ങനെ ആരുമാവാം. എവിടെ ഇങ്ങനെ ആരെയും കാണാം. ഒരു മിനിറ്റ്. ഓക്കെ, നോക്കുമ്പോനെ CBr3 എന്ന് വേണമെങ്കിൽ കാണാം. ഏത് ഹാലജനും ആവാം. അപ്പൊ ഒരു കാർബണിൽ ഡയറക്റ്റ് ആയിട്ട് 3 ഹാലജൻ വന്നാൽ അയാൾ കാണിക്കുന്ന എഫക്റ്റിന് നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്, റിവേഴ്സ് ഹൈപ്പർ കോൺജുഗേഷൻ. അതൊന്ന് ഓർത്ത് വെച്ചേക്ക്, റിവേഴ്സ് ഹൈപ്പർ കോൺജുഗേഷൻ. ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പിൽ പെടുന്ന ആളാണ് CH3 എന്നും എന്തുകൊണ്ടാണ് എന്നും ഞാനൊന്ന് ജസ്റ്റ് സൂചിപ്പിച്ചിട്ടുണ്ട്. റിവേഴ്സ് ഹൈപ്പർ കോൺജുഗേഷൻ, ആ വാക്ക് ഓർത്തു വെച്ചാൽ മതി. കൂടുതൽ അതിൽ മറ്റു കാര്യങ്ങളൊന്നുമില്ല. ചോദിക്കുകയാണെങ്കിൽ പച്ചക്ക് ചോദിക്കും, താഴെ പറയുന്നതിൽ ഏതിനാണ് റിവേഴ്സ് ഹൈപ്പർ കോൺജുഗേഷൻ ഉള്ളത്? ഒന്നും നോക്കണ്ട, ഒരു കാർബൺ 3 ഹാലജൻ, സിമ്പിൾ. എടാ, അടുത്തത് നമ്മൾ സംസാരിക്കുന്നത് ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് എഫക്റ്റുകളിൽ ഏറ്റവും അവസാനത്തവനാണ്, ഏറ്റവും ചെറിയവനാണ് ഇലക്ട്രോമെറിക് എഫക്റ്റ്. 4 ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് എഫക്റ്റുകൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയതിൽ ഓൺലി 1 ടെമ്പററി ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് എഫക്ട് ഈസ് ഇലക്ട്രോമെറിക് എഫക്റ്റ്. ഇയാൾ മാത്രമാണ് ടെമ്പററി ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ബാക്കി 3നെയും നമ്മൾ പെർമനന്റ് ആയിട്ടാണ് പഠിച്ചത്. കണ്ടീഷൻ ഉണ്ട്, പ്രസൻസ് ഓഫ് പൈ ബോണ്ട്. ഒരു ഡബിൾ ബോണ്ടോ അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ടോ വേണം. പൈ ബോണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും വിടുമല്ലോ. അപ്പൊ പൈ ബോണ്ട് ഇല്ലാത്തവർക്ക് ഇലക്ട്രോമെറിക് എഫക്റ്റ് കാണിക്കാൻ പറ്റില്ല. ഇയാൾ ടെമ്പററി ആണെന്ന് പറഞ്ഞാൽ ചില സമയത്ത് ഇയാൾ കാണിക്കും, ചില സമയത്ത് ഇയാൾ കാണിക്കില്ല എന്നാണല്ലോ അതിനർത്ഥം. എപ്പോഴാണ് ഇയാൾ കാണിക്കുക? ഓൺലി ഇൻ പ്രസൻസ് ഓഫ് ആൻ അറ്റാക്കിംഗ് റിയേജന്റ്. ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ വന്ന് അറ്റാക്ക് ചെയ്യുന്ന ഒരു റിയേജന്റിന്റെ പ്രസൻസിൽ മാത്രമേ ഇലക്ട്രോമെറിക് എഫക്റ്റ് കാണിക്കുള്ളൂ. ആ അറ്റാക്കിംഗ് റിയേജന്റ് അവിടുന്ന് പോയാൽ, അതായത് അയാളുടെ ആബ്സെൻസിൽ ഇലക്ട്രോമെറിക് എഫക്റ്റ് മൊമെന്റിൽ തന്നെ ഇലക്ട്രോമെറിക് എഫക്റ്റ് ഇല്ലാണ്ടായി പോകും. അപ്പൊ ഇലക്ട്രോമെറിക് എഫക്റ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഓൺലി ഇൻ പ്രസൻസ് ഓഫ് അറ്റാക്കിംഗ് റിയേജന്റ് ആണ്. ആ അറ്റാക്കിംഗ് റിയേജന്റ് എപ്പോഴാണോ അവിടുന്ന് ഒഴിവാക്കുന്നത് ആ സമയത്ത് തന്നെ ഇലക്ട്രോമെറിക് എഫക്റ്റും അവിടുന്ന് വാനിഷ് ചെയ്യപ്പെടും. അപ്പൊ 3ാമത്തെ പോയിന്റ് പോയിക്കോ, ഇറ്റ് ഇൻവോൾവ്സ് കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് പൈ ഇലക്ട്രോൺസ്. പൈ ഇലക്ട്രോണിന്റെ ഒരു പാർഷ്യൽ ഡിസ്പ്ലേസ്മെന്റ് ഒന്നുമല്ല ഇവിടെ നടക്കുന്നത്. ഒന്നിങ്ങനെ സ്ഥലം മാറി നിൽക്കൽ, അങ്ങനെ ഒന്നുമല്ല, കംപ്ലീറ്റ് ട്രാൻസ്ഫർ.
മൊത്തത്തിൽ ഒരിടത്തേക്ക് അങ്ങോട്ട് ചാടും, മൊത്തത്തിൽ അവിടെ നിന്ന് അങ്ങോട്ട് സ്ഥലം കാലിയാക്കും. കംപ്ലീറ്റ് ട്രാൻസ്ഫർ ആണ് നടക്കുന്നത്. എവിടെ? ഇലക്ട്രോമെറിക് എഫക്റ്റ്. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ ശ്രദ്ധിച്ചോളണം. ഇലക്ട്രോമെറിക് എഫക്റ്റിൽ നടക്കുന്നത് എന്ത്? ഡിസ്ലൊക്കേഷൻ അല്ല, ഡിസ്പ്ലേസ്മെന്റ് അല്ല, പിന്നെന്താണ്? പറ. കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് സിഗ്മ ഇലക്ട്രോൺസ് അല്ല, പൈ ഇലക്ട്രോൺസ്. രണ്ട് ടൈപ്പ് ഉണ്ട്, സ്വാഭാവികം. ഒന്നാമത്തെ ടൈപ്പാണ് പ്ലസ് ഇ എഫക്റ്റ്. പ്ലസ് ഇ എഫക്റ്റ് ഒന്നാമത്തെ ടൈപ്പാണ് പ്ലസ് ഇ എഫക്റ്റ്. എന്താണ് പ്ലസ് ഇ എഫക്റ്റ് എന്ന് നോക്കിക്കോട്ടോ. ദാ മുകളിൽ ഞാൻ ഇങ്ങനെ അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്നത് ഒരു ഇലക്ട്രോഫൈലാണ്. ഇലക്ട്രോഫൈൽ ആരാ, ന്യൂക്ലിയോഫൈൽ ആരാന്നൊക്കെ നമ്മൾ പ്രീവിയസ് ക്ലാസ്സുകളിൽ സംസാരിച്ചതാണ്. ഒരു ഇലക്ട്രോഫൈലാണ്. ആ ഇലക്ട്രോഫൈല് ഇവിടെ കാണുന്ന ഒരു ഡബിൾ ബോണ്ടിനെ കണ്ടില്ല നിങ്ങൾ? ആ ഡബിൾ ബോണ്ടിന്റെ 4 വാലൻസി എന്തോ ആയിക്കോട്ടെ, അതൊന്നും നമ്മുടെ ചർച്ചയില്ല. ആ ഇലക്ട്രോഫൈല് ഏതെങ്കിലും ഒരു ഡബിൾ ബോണ്ടഡ് കാർബണിനെ ലക്ഷ്യമിട്ട് ഇങ്ങനെ വരുമ്പോൾ എന്റെ ചോദ്യം ഇതാണ്, ഇലക്ട്രോഫൈലിന് എന്താടാ ചാർജ്? ഇലക്ട്രോഫൈലിന് പോസിറ്റീവ് ചാർജ് അല്ലേ? ഇലക്ട്രോൺ ലവിംഗ് ആണല്ലോ ഇലക്ട്രോഫൈൽസ്. സ്വാഭാവികമായിട്ടും ഇലക്ട്രോഫൈലുകൾക്ക് പോസിറ്റീവ് ചാർജ് ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ സിഗ്മ ബോണ്ടും ഉണ്ട്, പൈ ബോണ്ടും ഉണ്ട്. പൈ ബോണ്ട് വീക്ക് ആണല്ലോ, എല്ലാവർക്കും അറിയാവുന്നതുപോലെ. അപ്പൊ പൊട്ടാൻ ഏറ്റവും എളുപ്പം പൈ ബോണ്ടാ. അപ്പൊ ആ പോസിറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോഫൈൽ വരുന്നതിന്റെ ഒരു അനന്തരഫലമായി അവിടെയുള്ള പൈ ബോണ്ട് പൊട്ടും. എന്റെ ചോദ്യം ഇതാണ്, പൈ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണുകളാണല്ലോ, ഇലക്ട്രോണുകൾക്ക് നെഗറ്റീവ് ചാർജ് ആണല്ലോ. ഇവിടെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന ആള് ഇലക്ട്രോഫൈലാണ്, അയാൾക്ക് പോസിറ്റീവ് ചാർജുമാണ്. അപ്പൊ പോസിറ്റീവ് ചാർജ് ഉള്ള ഒരാൾ വരുമ്പോൾ നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോണുകൾക്ക് അട്രാക്ഷൻ അല്ലടാ അവിടെ ഫീൽ ചെയ്യുക. ശരിയല്ലേ? ഒരാൾ ഇങ്ങനെ വരുന്നേ, ആ വരുന്ന ആൾക്ക് പോസിറ്റീവ് ചാർജാ. അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു പണിയില്ലാതെ കിടക്കുന്ന ഇലക്ട്രോണുകൾക്ക് ഒരു അട്രാക്ഷൻ അല്ലേ ഫീൽ ചെയ്യുക? കാര്യം വരുന്ന ആൾക്ക് പോസിറ്റീവ് ചാർജാ, ഇലക്ട്രോണുകൾക്ക് നെഗറ്റീവ് ചാർജാ. അതുകൊണ്ട് തന്നെ എങ്ങോട്ടാണോ ഇലക്ട്രോഫൈൽ വരുന്നത് അതേ പൊസിഷനിലേക്ക് ഈ പൈ ഇലക്ട്രോൺസ് വരും, പൊട്ടും. ആ പൈ ഇലക്ട്രോൺസ് പറഞ്ഞാൽ 2 ഇലക്ട്രോണുകളാണല്ലോ, ആ 2 ഇലക്ട്രോൺസും ഇങ്ങോട്ടും പൊട്ടും. അപ്പൊ കിട്ടുന്ന സാധനം ഞാനിവിടെ വരയ്ക്കുന്നുണ്ട്. കാർബൺ, ഇയാളുടെ 2 വാലൻസി ഉണ്ട്. ഡബിൾ ബോണ്ട് ഇപ്പൊ സിംഗിൾ ബോണ്ടായി. കാർബൺ, ഇയാളുടെ 2 വാലൻസി ഉണ്ട്. ഈ കാർബണിന് ഒരു പോസിറ്റീവ് ചാർജ് സ്വാഭാവികമായിട്ടും വരും. കാരണം എന്താ? അയാളും മറ്റേയാളും തമ്മിലുണ്ടായിരുന്ന ബോണ്ടാണ് ഇപ്പൊ ഈ പഴയ ആള് പിൻവലിച്ചത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു നഷ്ടബോധം ഈ കാർബണിന് ഉണ്ടാവുമല്ലോ, ഒരു പോസിറ്റീവ് ചാർജ് വരും. അപ്പൊ ഇയാള് 2 ഇലക്ട്രോണുകളെ സ്വീകരിച്ച ഒരു കാർബൺ ഉണ്ട്, ഇവൻ 2 ഇലക്ട്രോണുകളെയും സ്വീകരിച്ച ഒരാളുണ്ട്, ഇയാൾ. ഇദ്ദേഹം എന്ത് ചെയ്യും? ആ ഇലക്ട്രോഫൈലിനെ ഇവിടെ അക്സെപ്റ്റ് ചെയ്യും. ദാ ഇലക്ട്രോഫൈൽ ഇവിടെ വന്ന് അറ്റാക്ക് ചെയ്യും. കാരണം എന്താ? ഇയാളുടെ തലയുടെ മുകളിൽ ഇപ്പൊ 2 ഇലക്ട്രോണുകൾ ഉണ്ട്. ആ 2 ഇലക്ട്രോണുകളെ തേടിയാണ് ആര് വരുന്നത്? ഇലക്ട്രോഫൈൽ വരുന്നത്. ഇലക്ട്രോഫൈലിന് അതാണല്ലോ ആവശ്യം, ഇലക്ട്രോൺ ലവിംഗ് ആണല്ലോ. ഇപ്പൊ ഇലക്ട്രോഫൈൽ വരുന്നുണ്ട് എന്നും കേട്ട് അങ്ങോട്ട് ചാടിയ പൈ ഇലക്ട്രോണുകൾ ഈ കാർബണിന്റെ കയ്യിലുണ്ട്. ആ 2 ഇലക്ട്രോണുകൾ വെച്ച് ഇയാൾ ഇലക്ട്രോഫൈലിലേക്ക് ബോണ്ട് ഉണ്ടാക്കും. അപ്പൊ ഇയാൾക്ക് പ്രത്യേകിച്ച് ചാർജ് ഒന്നുമില്ല. കാരണം എന്താ? ഇയാളുടെ ബാലൻസ് ഇപ്പോഴും 4 നേരത്തെ 4 നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കും. ലാഭമോ നഷ്ടമോ ഒന്നുമില്ല. പക്ഷേ തൊട്ടടുത്ത് കിടക്കുന്ന ആൾക്ക് ഒരു പോസിറ്റീവ് ചാർജ് വരും. ഇവിടെ സംഭവിച്ചത് ഇലക്ട്രോഫൈൽ വരുന്ന അതേ ഡയറക്ഷനിലല്ലേടാ ഇവിടെ പൈ ഇലക്ട്രോൺസും പൊട്ടിയത്. ഇലക്ട്രോഫൈൽ വരുന്ന അതേ ഡയറക്ഷനിലല്ലേ പൈ ഇലക്ട്രോൺ പൊട്ടിയത്. അതുകൊണ്ട് നമ്മൾ ഇവരെ വിളിക്കുന്ന പേരാണ് പറ പ്ലസ് ഇ എഫക്റ്റ്. എന്താ വിളിക്കുക? പ്ലസ് ഇ എഫക്റ്റ്. കിട്ടിയില്ല മക്കളെ? അടുത്തതാണ് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് മൈനസ് ഇ എഫക്റ്റ്. സ്വാഭാവികമായിട്ടും ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് കഥകളാണല്ലോ ഇവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരുന്നവൻ ന്യൂക്ലിയോഫൈലാണ്. ന്യൂക്ലിയോഫൈലിന് നെഗറ്റീവ് ചാർജ് ഉണ്ട്. അയാൾ ഒരു കാർബണിനെ ലക്ഷ്യമിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ട് നെഗറ്റീവ് ചാർജ് ഉള്ള ഒരാൾ വരുമ്പോൾ റിപ്പൾഷൻ കാരണം പൈ ബോണ്ടിലെ ഇലക്ട്രോണുകൾ ഇങ്ങോട്ട് വരും. ശരിയല്ലേ? അപ്പൊ നോക്കിക്കോ, കിട്ടുന്ന ആളെ നോക്കിക്കോ. കാർബണിന്റെ ഇടയിലുള്ള ബോണ്ട് സിംഗിൾ ബോണ്ടായി. ഇവിടെ 2 ബോണ്ട് തന്നെ, 2 ഇലക്ട്രോൺ ബോണ്ട് തന്നെ, ഒരു മാറ്റവും ഇല്ല. പക്ഷേ ഈ പൈ ബോണ്ടിൽ ഉണ്ടായിരുന്ന ഇലക്ട്രോണുകളെല്ലാം ഇപ്പൊ ഈ കാർബണിന്റെ തലയുടെ മുകളിൽ ഉണ്ടാകും. അപ്പൊ അയാൾക്ക് ടോട്ടൽ ഒരു നെഗറ്റീവ് ചാർജ് ഫീൽ ചെയ്യും. കാരണം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും, ആ കാർബണുമായി ബന്ധപ്പെട്ട് ഇപ്പൊ 5 ബോണ്ടുകളുണ്ട്, 5 ഇലക്ട്രോണുകളുണ്ട്. 3 എണ്ണം ബോണ്ടിങ്ങിലും 2 എണ്ണം ലോൺ പെയറുമായിട്ട് ടോട്ടൽ 5 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ കാർബണിന് ആകെ ആവശ്യമുള്ളത് 4 എണ്ണ. അതിനേക്കാൾ കൂടുതൽ എക്സീഡ് ആയതുകൊണ്ട് അവിടെ നെഗറ്റീവ് ചാർജ് കാണും. ഈ കാർബണിനോ അയാൾക്ക് മാറ്റമൊന്നും ഉണ്ടാവില്ല. ഓൾറെഡി ഉള്ള 2 വാലൻസി അവിടെ ഉണ്ട്. ഇപ്പൊ ഒരു ന്യൂക്ലിയോഫൈലും പുതിയതായിട്ട് ബോണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഈ കാർബണിനെ നോക്കിക്കഴിഞ്ഞാൽ, ന്യൂക്ലിയോഫൈൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ കാർബണിനെ നോക്കിക്കഴിഞ്ഞാൽ അയാളിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. 4 വാലൻസി തന്നെ ഈക്വലി കംപ്ലീറ്റഡ് ആണ്. അതുകൊണ്ട് അയാൾക്ക് ചാർജ് ഒന്നുമില്ല. പക്ഷെ തൊട്ടടുത്തുള്ള കാർബണിന് നെഗറ്റീവ് ചാർജ് വരും. എന്താ ഇവിടെ സംഭവിച്ചത്? വന്നതാരാ? ന്യൂക്ലിയോഫൈൽ. ന്യൂക്ലിയോഫൈലിന്റെ അറ്റാക്ക് ചെയ്യുന്ന അതേ ഡയറക്ഷനിലാണോ പൈ ബോണ്ട് പൊട്ടിയത്? അല്ല, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പൊ നമ്മൾ വിളിക്കുന്ന പേരാണ് മൈനസ് ഇ. അപ്പൊ പ്ലസ് ഇ എന്താ, മൈനസ് ഇ എന്താ നോട്ടാക്കി വെച്ചോട്ടാ. പ്ലസ് ഇ എന്താണ്?
ട്രാൻസ്ഫർ ഓഫ് പൈ ഇലക്ട്രോൺസ് ടുവാർഡ്സ് ദി ഡയറക്ഷൻ ഓഫ് ഇലക്ട്രോഫൈൽ. ഹലോ, ട്രാൻസ്ഫർ ഓഫ് പൈ ഇലക്ട്രോൺസ് ടുവാർഡ്സ് ദി ഡയറക്ഷൻ ഓഫ് ഇലക്ട്രോഫൈൽ. മൈനസ് ഇ എന്താണ്? ട്രാൻസ്ഫർ ഓഫ് പൈ ഇലക്ട്രോൺസ് അവേ ഫ്രം ദി ഡയറക്ഷൻ ഓഫ് ന്യൂക്ലിയോഫൈൽ. ഒരു ന്യൂക്ലിയോഫൈലിന്റെ ഡയറക്ഷന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക്, അവേ ഫ്രം ദി ഡയറക്ഷൻ ഓഫ് ന്യൂക്ലിയോഫൈൽ. ന്യൂക്ലിയോഫൈലിന്റെ ഡയറക്ഷന്റെ ഓപ്പോസിറ്റിലേക്ക് ഒരു പൈ ബോണ്ട് ഇലക്ട്രോൺസ് പൊട്ടുന്നതിനെ വിളിക്കുന്ന പേരാണ് മൈനസ് ഇ എഫക്റ്റ്. പഠിച്ചു. ഓക്കെ, ബാക്ക്ഗ്രൗണ്ടിൽ നല്ല പാട്ടൊക്കെ കേൾക്കാം. കെമിസ്ട്രി പഠിപ്പിക്കുന്നതിന്റെ സന്തോഷമായിട്ട് തൊട്ടപ്പുറത്തുള്ള ആളുകളുടെ പാട്ടാണ്. ആസ്വദിക്കുക, ക്ലാസ് സൗകര്യപൂർവ്വം കേൾക്കുക. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഷെയർ ചെയ്യാൻ മറക്കണ്ട. വാട്സപ്പ് ഗ്രൂപ്പിലും ടെലഗ്രാം ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാൻ മറക്കണ്ട. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.